മകളും ഹസ്ബൻഡും ഒന്നിച്ചുള്ള കുറച്ച് സമയമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ മേരി ജേക്കബ്. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഒരു വിലപ്പെട്ട ദിവസമാണ്. എല്ലാവരും അവരവരുടെ അവകാശങ്ങൾ രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മോളും ഹസ്ബൻഡും ഉണ്ടായിരുന്നു, 2-3 ദിവസം ഉണ്ടായിരുന്നു. അവരും എങ്ങോട്ട് പോയി? മല്ലപ്പള്ളി അവരുടെ വീട്ടിലോട്ട് പോയി. 5 മണിക്ക് മുമ്പ് തന്നെ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വീട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് അവർക്കും പോയി ഇലക്ഷൻ നടത്തണം. ഇന്ന് മോനെ ഓഫീസ് അവധിയാണ്. ഞങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോകണം. അതിനു മുമ്പേ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കിടന്ന അവർക്ക് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഉണ്ടാക്കി കൊടുത്തു. അവർ കഴിച്ചു. ജസ്റ്റ് അവർ ഇറങ്ങി 9:15 ശബരി ട്രെയിനിൽ അവർ 2 ട്രെയിനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വന്നത്. മക്കൾ വന്നില്ല. അവർക്ക് VBS വെക്കേഷൻ ബൈബിൾ സ്കൂളായതുകൊണ്ട് ഇനി അതെല്ലാം കഴിഞ്ഞിട്ടേ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കാറിലൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെജിറ്റബിൾ കട്ട്ലറ്റും സോസും ചായയുമാണ്. പ്ലെയിൻ ചായ. രാവിലെ ഒരു പാൽ ചായ കുടിച്ചു. പിന്നെ ഒരു പ്ലെയിൻ ചായയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കും പുറത്തോട്ടൊന്ന് പോകാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണിത്. ഓക്കെ, എല്ലാവരും ചെന്ന് വെയിലൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്ത് വെച്ച് വന്നാൽ നീണ്ട നിരയാണ്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും ടെലിവിഷനിലും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എല്ലാവരും പോയി തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക. നീതി ന്യായമുള്ള ഒരു ഭരണം നടത്താൻ, ഭരണത്തിന് അനുകൂലമായ സാഹചര്യം, അതിന് തക്കതായ ആൾക്കാരെ തിരഞ്ഞെടുത്ത് നല്ലൊരു ഭരണം കേരളത്തിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അതിൽ നിർത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ. മോളും ഹസ്ബൻഡും രാവിലെ മല്ലപ്പള്ളിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അവർ അവിടെ ചെന്നിട്ട് വേണം വോട്ട് ചെയ്യാനായിട്ട്. ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി. ചപ്പാത്തിയും മുട്ടക്കറിയുമാണ്. അത് രാവിലെ തന്നെ ഉണ്ടാക്കി. മോള് പോകാനുള്ള ധൃതിയിലൊക്കെ ആയിരുന്നു. അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. 8:30 ഒരു ട്രെയിനുണ്ട്, 9-നുണ്ട്. ഏതെങ്കിലുമൊക്കെ ചെന്നാൽ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരുവല്ലയിലെത്തും. അവിടുന്ന് മല്ലപ്പള്ളിയിൽ ഒരു ട്രെയിനിലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു വന്നത്. മക്കൾ ഉണ്ടല്ലോ VBS ആയതുകൊണ്ട് അവരും എത്തിയില്ല. മോൾക്ക് ഇപ്രാവശ്യം ഇലക്ഷൻ ഡ്യൂട്ടി ഇല്ല എന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം ബൂത്തിൽ തന്നെയായിരുന്നു പ്രിസൈഡിങ് ഓഫീസറായിട്ട്. ഇപ്രാവശ്യം അങ്ങനെ ചിന്തിച്ച് ഒരു ഏപ്രിൽ 1-ാം തീയതി എല്ലാ കുഞ്ഞുങ്ങളുമൊത്ത് ഇങ്ങോട്ട് വരാൻ പരിപാടി ഇട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മെസ്സേജ് കണ്ടത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് വീടുകളിൽ പോകണം. അവിടെ ഒരു പോലീസ് ഓഫീസർ, ഒരു ക്യാമറാമാൻ, വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലെ ഒരാൾ, മോൾ പ്രിസൈഡിങ് ഓഫീസറായിട്ട്, പിന്നെ ഒരു പോളിംഗ് ഓഫീസർ. ഒരു ഗ്രൂപ്പായിട്ടാണ് 75 വീടുകൾ അവർ 30, 31, 1, 2 4 ദിവസം കൊണ്ട് അവർ കവർ ചെയ്തു. ആദ്യമൊക്കെ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ എല്ലാ വീടുകളിലും നല്ല അനുകൂലമായ, നല്ല സന്തോഷകരമായ സ്വീകരണമൊക്കെയാണ് ലഭിച്ചത്. എല്ലാവരും നല്ല വോട്ട് ചെയ്യാനായിട്ട് സന്നദ്ധരായിരുന്നു. ചില ആൾക്കാരൊക്കെ പ്രായമുള്ളവരല്ലേ, അവർക്ക് എന്തിനാണ് ഈ പോലീസ് അകമ്പടിയോടുകൂടി നിങ്ങൾ വീട്ടിൽ വന്നതെന്നൊക്കെ കുറേയൊക്കെ തമാശയും ഒക്കെ ആയിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. ഇച്ചിരി പ്രിസൈഡിങ് ഓഫീസറായിട്ട് വളരെ ശ്രദ്ധയോടെ എല്ലാത്തിനും പോലീസ് മുറ്റത്ത് തന്നെ ഉണ്ട്. ഇവർ വോട്ട് ചെയ്യാനുള്ള ആൾക്കാർ മാത്രമേ മുറിക്കകത്തോട്ട് കയറിയുള്ളൂ. ആരെങ്കിലും വീട്ടിലൊരാളുടെ സഹായത്തോടു കൂടിയാണ്. അതൊന്നും ക്യാമറയിലൊന്നും എടുത്തില്ല. അവരുടെ ഫോട്ടോകളൊക്കെ കുറേ അയച്ചു തന്നു. എന്നോട് പറഞ്ഞു അത് പബ്ലിക് ആക്കരുത്, കാരണം ഇത് ഇലക്ഷനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ. ഏതാൾ എന്ന സ്ഥലത്ത് ഇവർക്ക് കാഞ്ഞിരപ്പള്ളി ആ പ്രദേശമായിരുന്നു. അടുത്തടുത്തുള്ള വീടുകളുമുണ്ട്, ദൂരെയായിട്ടുള്ള വീടുകളുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ 5 ദിവസമാണ് അവർക്ക് ടാർഗറ്റ് പറഞ്ഞതെങ്കിലും 4 ദിവസം കൊണ്ട് തന്നെ അവരവരുടെ ഇലക്ഷൻ ഡ്യൂട്ടി എല്ലാ വോട്ടുകളും രേഖപ്പെടുത്തി അവരുടെ ബാലറ്റൊക്കെ തക്കതായ ഓഫീസുകളിൽ കാഞ്ഞിരപ്പള്ളി ഡൊമിനിക് എന്നൊരു കോളേജ്, സെൻറ്റ് ഡൊമിനിക്, അവിടെയാണ് അതിൻ്റെ ആസ്ഥാനം. എല്ലാം ഭംഗിയാക്കി നടത്തി. അത് കഴിഞ്ഞിട്ടാണ് അവർ 2 കൊണ്ട് തിങ്കളാഴ്ച വന്നത്. മോൻ ഓഫീസിൽ പോയി ജോലി ചെയ്തു. ഇൻഫോസിസിലാണ്. ഇന്ന് അവർക്ക് അവധി കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ ചെയ്യാനായിട്ട്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറത്തോട്ട് ചുമ്മാതെ വീടിൻ്റെ പുറകുഭാഗം ഞാൻ വല്ലപ്പോഴൊക്കെ ഇറങ്ങത്തുള്ളൂ. അവിടെ പുതുതായിട്ട് നട്ട തെങ്ങുണ്ട്, വിയറ്റ്നാം പ്ലാവുണ്ട്, മാവുണ്ട്.
താനേ വളർന്നു വന്ന ഒരു ചെടിയുണ്ട്. വഴുതനയായിരിക്കുമെന്ന് ചിന്തിച്ചാണ് അത് നിൽക്കട്ടെ എന്ന് ചിന്തിച്ചു. പക്ഷെ നോക്കിയപ്പോൾ അത് വഴുതനല്ല, അതിൻ്റെ പേര് വേറൊരു ചെറിയ കായുണ്ടല്ലോ, അതിൻ്റെ പേര് എന്താണോ, നമ്മൾ കൂട്ടാനൊക്കെ വെക്കുന്ന ഒരു കായാണ്. നിത്യവഴുതനയല്ല. എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ എന്താണെന്ന്, പേരങ്ങ് മറന്നുപോയി. അത് ഒന്നിച്ചെടുത്ത് അത് കറി വെക്കുകയും തീയിൽ വെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എന്താണ് എൻ്റെ പേരെന്ന് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് വളർന്ന് കുറേ കാകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിൽക്കട്ടെ, കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ പുറവശം എല്ലാം പോയി ചെടികളുമൊക്കെ ഒന്ന് കണ്ട്, പേര, ആത്ത, ഓമ എല്ലാം ഉണ്ട്. ഒക്കെ ജസ്റ്റൊക്കെ കായ്കളുണ്ട്. സ്റ്റെയർകേസൊക്കെ കാണുമ്പോൾ മുകളിലോട്ടൊന്ന് കയറണമെന്ന് തോന്നും. അടുത്ത വീട്ടിലെ സാറിൻ്റെ അവിടുത്തെ ചെമ്പരത്തി പൂക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. അതുപോലെ മുരിങ്ങയാണെങ്കിലും കായ്ക്കാൻ റെഡിയായിട്ട്. ഇതൊക്കെയാണ് എൻ്റെ ആ സമയം കിട്ടുമ്പോഴുള്ള കാഴ്ചകൾ. വീട്ടിൽ തന്നെ സിറ്റൗട്ടിൽ പോയിരുന്നാൽ അടുത്ത വീട്ടിലെ ചെടികളൊക്കെ കാണാം. ഒക്കെ അങ്ങനെ ഉള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. കുഞ്ഞുങ്ങളും ഇപ്പോൾ ഒരു 9:15 ശബരി ട്രെയിനിൽ കയറി 1 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ തിരുവല്ലയിലെത്തും. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തന്നെ വോട്ടിടാനായിട്ട് അവർ പോകുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ദൈവം എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മോളും ഹസ്ബൻഡും ഞങ്ങൾ 4 പേരും കൊണ്ടുള്ള ഒരു സെൽഫിയും എടുത്തു. അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ്. മനസ്സിലൊരു ടെൻഷനാണ്. എങ്കിലും മെയ് മാസത്തോടടുപ്പിച്ച് അവർ വീണ്ടും ഒന്നിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നിച്ച് വരും എന്നുള്ള സന്തോഷമാണ്. 2-3 ദിവസമേ ഉള്ളായിരുന്നു. എങ്കിലും ഇങ്ങോട്ട് ഓഫീസിൽ പോയി മോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം സന്തോഷമായി. അവളുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ അവളെല്ലാ കാര്യങ്ങളും മകളല്ലേ, എല്ലാ സന്തോഷവും അവളിലാണ്. അവർ പോട്ടെ, ബൈ ബൈ പറയാൻ എങ്കിലും ഞാൻ നോക്കി നിൽക്കും. അടുത്ത ജംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തമ്പാനൂരിലോട്ട് ബസ്, അവിടുന്ന് പിന്നെ ട്രെയിന്. ശരി, താങ്ക് യു. ഒരു ചെടി താനേ വളർന്ന് കായ്ച്ച് നിൽക്കുന്നത് ചുണ്ടയ്ക്കയാണ്. ചുണ്ടയ്ക്ക